സംസ്ഥാന വ്യാപകമായി മദ്യത്തിന്റെ പ്ലാസ്റ്റിക് കാലിക്കുപ്പികൾ ശേഖരിക്കുവാനുള്ള ബെവ്കോയുടെ നീക്കം പാളുകയാണ്. ജനുവരി മുതൽ സംസ്ഥാനത്തെ എല്ലാ ബെവ്കോ കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകളിലും ഡെപ്പോസിറ്റ് റീഫണ്ട് സ്കീം നടപ്പാക്കും എന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ 2 മാസം കഴിഞ്ഞിട്ടും അത് നടപ്പായിട്ടില്ല. കൺസ്യൂമർ ഫെഡ് എതിർത്തതും കുപ്പി ശേഖരണത്തിന് വേണ്ടി ടെൻഡർ വിളിച്ചിട്ട് അനുയോജ്യമായ ഒരു കമ്പനിയെ കണ്ടെത്താൻ ആകാതെ വന്നതും ഇതിന് തടസ്സമായി എന്നാണ് റിപ്പോർട്ടുകൾ. തിരുവനന്തപുരത്തും കണ്ണൂരിലുമായി 20 ഔട്ട്ലെറ്റുകളിൽ പരീക്ഷണ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഒക്ടോബറിൽ തുടങ്ങിയ പദ്ധതിയാണ് സംസ്ഥാനം ആകെ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. പ്ലാസ്റ്റിക് കുപ്പിയിലെ മദ്യം വാങ്ങുമ്പോൾ 20 രൂപ നിക്ഷേപമായി അധികം വാങ്ങിക്കും. പിന്നീട് ഈ കാലിയാകുന്ന കുപ്പി ഇതേ ഔട്ട്ലെറ്റിൽ തിരിച്ചു കൊടുക്കുമ്പോൾ 20 രൂപ തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ് ഈ പദ്ധതി. ഏത് ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങുന്ന കുപ്പിയും ഏത് ഔട്ട്ലെറ്റിലും തിരിച്ചു കൊടുക്കാമെന്നൊരു ഇളവോടെയായിരുന്നു ഈ പദ്ധതി സംസ്ഥാന തലത്തിൽ നടപ്പാക്കാൻ ഒരുങ്ങിയത്. കാലിക്കുപ്പികൾ തിരിച്ചെടുക്കാനും 20 രൂപ നിക്ഷേപ തുക കസ്റ്റമറിന് തിരിച്ചു നൽകാനും ഒരു ഏജൻസിയെ കണ്ടെത്താൻ ബെവ്കോ ടെൻഡർ വിളിച്ചിരുന്നു. ഏജൻസി ഔട്ട്ലെറ്റുകളിൽ ഓട്ടോമാറ്റിക് ബോട്ടിൽ കളക്ഷൻ മെഷീൻ സ്ഥാപിച്ച് ഒരു ജീവനക്കാരനെ അവിടെ വെച്ചുകൊണ്ട് അത് പ്രവർത്തിപ്പിക്കണം. 20 രൂപ നിക്ഷേപ തുക ബെവ്കോയുടെ പ്രത്യേക അക്കൗണ്ടിൽ സൂക്ഷിക്കും. കസ്റ്റമറിന് 20 രൂപ തിരിച്ചു നൽകേണ്ടത് ഈ ഏജൻസിയാണ്. ഈ ആവശ്യത്തിനായി 10 കോടി രൂപ 2 ഘട്ടമായി ഏജൻസിക്ക് അഡ്വാൻസായി ബെവ്കോ നൽകും. ഇതൊക്കെയായിരുന്നു പ്ലാൻ. എന്നാൽ ഇതുവരെ ഒരു ഏജൻസിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പ്ലാസ്റ്റിക് കുപ്പി ശേഖരണവും അധിക തുക ഈടാക്കലുമൊക്കെ വലിയ പ്രശ്നം ആകുമെന്ന് കണ്ടതോടെ കൺസ്യൂമർ ഫെഡ് അതിൽ നിന്നും പിന്മാറുകയും ചെയ്തു. ഇപ്പോൾ സംസ്ഥാനത്തെ 20 ഔട്ട്ലെറ്റുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ പദ്ധതി നടക്കുന്നുണ്ട്. എന്നാൽ ഒരാൾ തന്നെ ചാക്ക് കണക്കിന് പ്ലാസ്റ്റിക് കുപ്പികൾ എത്തിക്കുന്നത് ജീവനക്കാർക്ക് ഒരു പ്രതിസന്ധിയായി മാറുകയാണ്. സാധാരണ ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ നിന്നും മദ്യം വാങ്ങി വരുന്ന ആളുകളോട് 10 20 രൂപ ചോദിച്ചുകൊണ്ട് പലരും വരാറുണ്ട്. അങ്ങനെ പിരിവെടുത്ത് കിട്ടുന്ന കാശ് കൊണ്ടാണ് അവർ മദ്യം വാങ്ങിക്കുന്നത്. എന്നാൽ അവരിപ്പോൾ ഈ ഔട്ട്ലെറ്റുകൾ വരുന്നവരോട് പൈസ ചോദിക്കുന്നില്ല. പകരമായി കുപ്പികളിലുള്ള ഡെപ്പോസിറ്റ് സ്റ്റിക്കർ മാത്രമാണ് ചോദിക്കുന്നത്. 20 രൂപക്കായി ഈ കുപ്പിയും കൊണ്ട് തിരികെ വരാൻ പലരും മടിക്കുന്നത് കൊണ്ടാകും ഈ സ്റ്റിക്കർ ഇവർക്ക് കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെ കിട്ടുന്ന സ്റ്റിക്കർ എല്ലാം വേറെ കുപ്പികളിൽ ഒട്ടിച്ച് ഇതേ ഔട്ട്ലെറ്റിൽ നൽകുകയാണ് ഇവരുടെ പരിപാടി. ഇങ്ങനെയുള്ളവർ ഒരു ചാക്ക് നിറയെ കുപ്പികളുമായിട്ടാണ് പലപ്പോഴും എത്തുന്നത്. സ്റ്റിക്കർ മാത്രമാണ് സ്കാൻ ചെയ്യുന്നത്. കുപ്പി ഏതായാലും 20 രൂപയുടെ സ്റ്റിക്കർ ഉണ്ടെങ്കിൽ പണം കൊടുക്കണം. ആ മാർഗം ഉപയോഗപ്പെടുത്തിയാണ് ഇപ്പോൾ പലരും 50ഉം 60ഉം കുപ്പികളുമായി വരുന്നത്. പരീക്ഷണ അടിസ്ഥാനത്തിൽ തുടങ്ങിയ ഈ പദ്ധതിയുടെ കഴിഞ്ഞ സെപ്റ്റംബർ 15 മുതൽ ഡിസംബർ 10 വരെ 34 ലക്ഷം കുപ്പികളാണ് തിരികെ ലഭിച്ചത്. ഏകദേശം 80 ടണ്ണിലധികം തൂക്കം വരുന്ന ഈ കുപ്പികൾ റീസൈക്ലിങ്ങിനായി ക്ലീൻ കേരള കമ്പനി ശേഖരിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്തെ മുക്കോല ഔട്ട്ലെറ്റിൽ 6000 കിലോ കുപ്പിയും കണ്ണൂരിലെ പയ്യന്നൂർ ഔട്ട്ലെറ്റിൽ 5600 കിലോ കുപ്പിയുമാണ് തിരിച്ചു വന്നത്. പൊതുസ്ഥലങ്ങളിലും തോട്ടിലും കുളത്തിലുമൊക്കെ മദ്യക്കുപ്പികൾ വലിച്ചെറിയുന്ന ശീലം ഒഴിവാക്കുകയും അതിലൂടെ പരിസ്ഥിതി സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ആ പദ്ധതിയാണ് ഇപ്പോൾ തകർന്നു പോകുന്നത്.